എന്താ കാണിക്കുന്നത്? വിടാൻ പറയുന്ന കേക്ക്. അവനോടുള്ള ദേഷ്യത്തിന് സ്വന്തം തോപ്പല്ല വെട്ടി നശിപ്പിക്കേണ്ടത്. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്റെ കുഞ്ഞിന്റെ ജീവിതം തന്നെ നശിച്ചില്ലേ? ഇനി എന്തിനാണിതൊക്കെ? മേനോച്ചേട്ടൻ വിഷമിക്കണ്ട. ഗൗരിയെ നശിപ്പിച്ചവനോട് എങ്ങനെയാണ് പകരം ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ വീട്ടിലുമില്ലേ പെൺകുട്ടികൾ? കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ സഹോദരിമാർ. അവരുടെ ജീവിതം നശിക്കണം, നശിപ്പിക്കണം. എങ്കിലേ ഈ വേദന അവന് മനസ്സിലാവും. ഇനി ഇതിലൊന്നും നോക്കരുത്, സ്വന്തവും ബന്ധവും ഒന്നും. അവന്റെ സഹോദരിമാർ 3 പേരും നമ്മുടെ കൺമുൻപിൽ നശിപ്പിക്കപ്പെടണം. ലോഡ്ജ് മുറികളിൽ നിന്ന് അവർ പിടിക്കപ്പെടണം. വ്യഭിചാര കുറ്റത്തിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ കഥകളും വാർത്തകളും ഒക്കെ പത്രങ്ങൾ കൂടി ഈ നാട്ടുകാർ മുഴുവൻ വായിക്കണം. അതിനുള്ള എല്ലാ വഴികളും കണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മേനോൻ ചേട്ടൻ വാ, ധൈര്യമായിട്ട് വാ. വാ. ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസ് ടീച്ചർ. മാധവൻകുട്ടിയുടെ പെങ്ങന്മാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഈ ടീച്ചറാ, മാലതി ടീച്ചർ. വരൂ, അകത്തേക്ക് വരൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടീച്ചറാണ് ഏറ്റിരിക്കുന്നത്. അവരെ 3 ആളെയും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതും ലോഡ്ജ് മുറികളിൽ എത്തിക്കുന്നതും ടീച്ചറായിരിക്കും. ആലോചിച്ചിട്ട് പേടിയാവുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ടീച്ചർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതിനല്ലേ ഞങ്ങളൊക്കെ കൂടെ ഉള്ളത്. കുഴപ്പമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ടീച്ചർക്ക് നല്ല ഗുണം ഉണ്ടാവുകയും ചെയ്യും. എന്താ? അതെ, നമുക്കെന്താ വേണ്ടത് ചെയ്യാം. ആ പെൺകുട്ടികളെയും കൊണ്ട് ടീച്ചർ എന്നാ യുവജനോത്സവത്തിന് പോകുന്നത്? അടുത്ത വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച. അതുവരെയുള്ളൂ മാധവൻകുട്ടി നിന്റെ ഈ തലയെടുപ്പും അഹങ്കാരവും ഒക്കെ. വരൂ. അയ്യോ, ആ ബാഗ് എന്തേ? ആ ബാഗല്ലേ ഈ ബാഗ്? ഈ ബാഗ് അല്ല, ഡാൻസിന്റെ ഡ്രസ്സുകൾ വെച്ചിരുന്ന ബാഗ്. ബസിന്ന് എടുക്കാൻ മറന്നോ? മറന്നോ? ഈശ്വര, ഇനി എന്താ ചെയ്യാ? അല്ല, ഡ്രസ് ഇല്ലാതെ ഡാൻസ് ചെയ്തപ്പോ എന്താ കുഴപ്പം? താനൊന്നും പറയണ്ട. വേഗം കാറും കൊണ്ടുപോയി ബാഗ് എടുത്തോണ്ട് വാ. ഞാൻ പോവില്ല. ഇവരുടെ അടുത്തുനിന്ന് മാറാൻ പാടില്ല എന്നാ മാധവട്ടം പറഞ്ഞിരിക്കുന്നത്. എന്താ, ഞങ്ങൾ ആരെങ്കിലും പിടിച്ചു തിന്നോ? പോയി ബാഗ് എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത്? ചെല്ലു സത്യപാല, ടീച്ചറല്ലേ ഞങ്ങളുടെ ഉള്ളത്. പോയിട്ട് വേഗം വന്നാ മതി. ചെല്ലല്ലേ പറഞ്ഞത്? വരൂ. നമുക്ക് എല്ലാവർക്കും കൂടെ കുളിച്ച് റെഡിയാവാൻ ഈ ഒരു മുറി മതിയാവില്ല. ഞാൻ താഴെ പോയി വേറെ മുറികൾ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് വരാം. പറഞ്ഞതുപോലെ എല്ലാം ചെയ്തില്ല എങ്കിൽ താഴെ റിസപ്ഷനിൽ ചോദിച്ചാൽ മുറിയുടെ താക്കോല് തരും. 3 പേരെയും 3 മുറികൾ കയറ്റി വിടുക. അതിനകത്ത് 3ലും നമ്മുടെ പയ്യന്മാരുണ്ട്. അവര് മാത്രമല്ല, റിസപ്ഷനിസ്റ്റും മാനേജരും തൊഴിലാളികളും ഒക്കെ നമ്മുടെ ആളുകളാണ്. അവര് നോക്കിക്കൊള്ളും. പിന്നെ കൃത്യസമയത്ത് തന്നെ പോലീസ് എത്തി പെൺകുട്ടികളെയും പയ്യന്മാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. വേഗം ചെല്ല്. ആ വണ്ടി എടുക്ക. വാ. എങ്ങോട്ടാ നീ ഇവരെ കൊണ്ടുപോകുന്നത്? അച്ഛാ, ഇത് ഞങ്ങളുടെ ഡാൻസ് ടീച്ചറാ. ഞങ്ങളുടെ ഡാൻസ് മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. ഈ പോർക്കാ നിങ്ങളുടെ ടീച്ചർ? ഏയ് മിസ്റ്റർ, കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. മാന്യത വേണല്ലേ? മാന്യത. ഒരു സ്ത്രീയുടെ നേരെയാണോ ഇങ്ങനെ അക്രമം കാണിക്കുന്നത്? ഇവിടെ സ്ത്രീയല്ല, രാക്ഷസിയ. എന്റെ കുട്ടികളെ ഈ ലോഡ്ജിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ നോക്കി. അനാവശ്യം പറയരുത്. ഈ ലോഡ്ജിൽ അങ്ങനെ ഒരു വൃത്തിയേട് നടക്കില്ല. നടക്കില്ലേ? പിന്നെ നടക്കാൻ പോയത് എന്താടാ? പട്ടി മിണ്ടരുത്, കൊന്നോളും ഞാൻ.
ഞാൻ കാണിച്ചു തരാടാ. ഈ ലോഡ്ജിൽ നടക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാടാ. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. ദേ, കണ്ടോ? ആ. എന്താ എന്താ താൻ കാണിച്ചു തരാൻ പോയത്? കാണിക്കണോ? എടോ ആരാ കൂടെ ഉള്ളതെന്ന് കാണിക്കാൻ. എടോ ഇങ്ങോട്ട് ഓടണം, കാണിച്ചു. എവിടെയാ അവന്മാര്? എടോ